Hello students, we can continue with the vector differentiation. Lastly, we have discussed about smooth functions r of t. Vector r is said to be smooth if dr bar by dt is continuous and never zero. Explanation ഒരു ചെറിയ mistake ഉണ്ട്. That is FGHR continuous. dr smooth if dr by dt is continuous. FGH അല്ല, df by dt, dg by dt, dh by dt are continuous. FGH first derivatives are continuous and its derivative is never zero. Derivative zero ആവില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് ദാറ്റ് ആർ എല്ലാം സൈമൾട്ടേനിയസ്ലി സീറോ ആണെങ്കിൽ ഇത് സീറോ, ഇത് സീറോ, ഇത് സീറോ, ദാറ്റ് ഈസ് എ സീറോ വെക്റ്റർ. നെവർ സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആർ നോട്ട് സൈമൾട്ടേനിയസ്ലി സീറോ. ആർ നോട്ട് എന്ന് നിങ്ങളൊന്ന് ചേർക്കണം. R is smooth if dr by dt is continuous and never zero. dr by dt continuous. FGH അല്ല, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ്, അത് നെവർ സീറോ എന്ന് കറക്റ്റ് ചെയ്ത് എഴുതുക. സ്മൂത്ത് ഫങ്ഷൻസ്. And to check continuity, it is enough to check the continuity of the scalar functions at the point that we have discussed earlier. FTI plus GTJ plus HTK കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ FT കണ്ടിന്യൂസ് ആണോ, GT കണ്ടിന്യൂസ് ആണോ, HT കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതിയാവും. Now differentiation rules. You know ordinary difference scalar function rules for differentiation. Derivative of a constant equal to 0 എന്നുള്ളതാണ് ആദ്യത്തെ റൂൾ. Here also derivative of a constant. That constant, it is good to write C bar. If R of t equal to R of t FTI plus GTJ plus HTK എന്നാണ്. അത് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ FT, GT, HT. FT 3i, 3i, GT 4i, 4j, HT 5i, 5k, 3i plus 4j plus 5k. കമ്പോണൻസിൽ ടി ഇല്ല എന്നുള്ളതേ ഉദ്ദേശിക്കുന്നു. R of t equal to കമ്പോണൻസ് അല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, then its derivative dr by dt equal to 0. അപ്പോൾ ഇവിടെ 3 ആയിരുന്നു, ഡെറിവേറ്റീവ് 0, കൂടെ ഐ ഉണ്ട്, 0i പ്ലസ് 0j പ്ലസ് 0k. ദാറ്റ് വെക്റ്റർ 0 ഈസ് ഡിനോട്ടഡ് ബൈ 0 വെക്റ്റർ. ആരോ മാർക്കോ ബാർ നൊട്ടേഷനോ ഒക്കെ ഉപയോഗിച്ച് കാണാറുണ്ട്. സി ബാർ എന്നും കൂടെ എഴുതാനായിട്ട് ഓർത്തോണം. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ scalar multiple rule. You know about the scalar multiple rule. dy by dt of cu equal to c into du by dt എന്ന് നമ്മൾ എഴുതത്തില്ലായിരുന്നു ഓർഡിനറി ഫംഗ്ഷൻസിന്റെ കേസിൽ. അതിവിടെ യു വെക്ടർ ആണെന്നേ ഉള്ളൂ, സി വെക്ടർ അല്ല. സി ഒരു കോൺസ്റ്റന്റ് ആണ്. dy by dt of 5 into fti plus gtj plus htk അല്ലെ 5ft plus 5fti plus 5gtj plus 5htk എന്ന് കിടക്കുമ്പോൾ 5നെ നമുക്ക് പുറത്തെടുക്കാം എന്നാണ്. FTI plus GTJ plus HTKയുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് സ്കെയിലർ മൾട്ടിപ്പിൾ റൂൾ. ദീസ് ആർ ഓൾ സിമ്പിൾ റൂൾസ്. ദെൻ സം റൂൾ. dy by dt of u plus v equal to du by dt plus dv by dt എന്ന് എഴുതത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് വെക്ടറിലും എഴുതാം. dy by dt of u bar plus v bar, u1 bar plus u2 bar, both are functions of t. Can be calculated by evaluating the derivative of the vector u1, taking its sum with the derivative of the vector u2. Then difference rule ഇതുപോലെ തന്നെ ഫോളോ ചെയ്തോളും. dy by dt of u1 minus u2 equal to du1 by dt minus du2 by dt, provided these are all vector derivatives. u1, u2 are all vector valued functions of t. Then product rule. As far as product rule is concerned, here in scalar functions we have only one product, cos t into 5t എന്ന് പറഞ്ഞാൽ 5t cos t എന്ന് എഴുതുന്ന ആ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഇൻ വെക്ടേഴ്സ് വി ഹാവ് ടു ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ്, ഡോട്ട് പ്രോഡക്ട്സ് ആൻഡ് ക്രോസ് പ്രോഡക്റ്റ്. ഗിവൺ ടു വെക്ടേഴ്സ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് എ സ്കെയിലർ നമ്പർ, ആൻഡ് ഗിവൺ ടു വെക്ടേഴ്സ് at the same time the cross product is a vector. And you know how to evaluate the dot product. a1i plus a2j plus a3k dot product with b1i plus b2j plus b3k is given by a1b1 plus a2b2 corresponding components multiply add ചെയ്യുക, ijk പോയി എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലർ ആണ്. ആൻഡ് ടു കാൽക്കുലേറ്റ് ദ ക്രോസ് പ്രോഡക്റ്റ്, a1i plus a2j plus
3Kയും B1I പ്ലസ് B2J പ്ലസ് B3Kയും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനന്റ് എഴുതുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഓർക്കുന്നുണ്ടാവും. ഡിറ്റർമിനന്റ് ഓഫ് IJK ഫസ്റ്റ് റോ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് വെക്ടർ കമ്പോണൻസ് A1 A2 A3, തേർഡ് റോയിൽ സെക്കൻഡ് വെക്ടർ B1 B2 B3 കമ്പോണൻസ് എഴുതി. ഇനി ആ ഡിറ്റർമിനന്റ് എവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു I ഇൻറ്റു J ഇൻറ്റു അങ്ങനെയല്ലേ പോകും, ഒരു വെക്ടർ കിട്ടും. ദാറ്റ് വെക്ടർ denotes the cross product of the given two vectors. And so the product rule of dot product and cross product d by dt of u dot v, രണ്ട് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് രണ്ട് പ്രോഡക്റ്റിനും പറയണം. ഇറ്റ് ഇസ് u dot du by dt പ്ലസ് du by dt dot v. ഇവിടെ ഇതിന്റെ പൊസിഷൻ തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല, കാരണം ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. എ ഡോട്ട് ബി എന്നെടുക്കുന്നത് ബി ഡോട്ട് എ തന്നെ ആയിരിക്കും. ബട്ട് ക്രോസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. സോ ക്രോസ് പ്രോഡക്റ്റ് റൂളിൽ ആ പൊസിഷൻ വല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് യു ക്രോസ് വി ഈക്വൽ ടു യു ക്രോസ് ഡി വി ബൈ ഡി ടി പ്ലസ് ഡി യു ബൈ ഡി ടി ക്രോസ് വി. ഇത് ഇവിടെ തിരിഞ്ഞു പോയിട്ടുണ്ട്, ഇവിടെ പ്ലസ് ആണ്. പൊസിഷൻ മാറാതിരിക്കുമ്പോൾ പ്ലസ് ആണ്, പൊസിഷൻ മാറാതിരിക്കുന്നത് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യ പൊസിഷനിൽ തന്നെ എഴുതുമ്പോൾ ദിസ് ഈസ് പ്ലസ്. ഇത് തിരിച്ചു പോയാൽ നെഗറ്റീവ്. അപ്പോൾ രണ്ടാമത്തത് നെഗറ്റീവ് ആയിട്ടിട്ടോണം നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഓർക്കണം. യു ക്രോസ് ഡി വി ബൈ ഡി ടി മൈനസ് ഈ പൊസിഷൻ തിരിച്ചിട്ടാൽ എ ക്രോസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് ബി ക്രോസ് എ എന്നുള്ള റൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊസിഷൻ നേരെ വെക്കുമ്പോഴാണ് പോസിറ്റീവ്. ദിസ് ഈസ് പോസിറ്റീവ്, സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ്. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റായിട്ട് എഴുതുക. ദെൻ വി ഹാവ് ചെയിൻ റൂൾ. ഓർഡിനറി ഫംഗ്ഷൻസിൻ്റെ കേസിലുള്ളതുപോലെ തന്നെ ഇവിടെയും ചെയിൻ റൂൾ ഉണ്ട്. ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് ടി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ്. അങ്ങനെ വരുമ്പം ഡി ആർ ബൈ ഡി എസ്, ഡി ആർ ബാർ ബൈ ഡി എസ് ഈക്വൽ ടു ഡി ആർ ബാർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ്. അതിൽ ഡി ടി ബൈ ഡി എസ് ആ ടി സ്കെയിലറാണ്, ഇത് സാധാരണ ഡിഫറൻസിയേഷൻ ആണ്. ഡി ആർ ബാർ ബൈ ഡി ടി വെക്ടർ ഡിഫറൻസിയേഷൻ ആണ്. ആർ ബാർ ഈസ് എ വെക്ടർ, ടി ആൻഡ് എസ് ആർ വേരിയബിൾ നൊട്ടേഷൻസ് ഫോർ സ്കെയിലേഴ്സ്. ദീസ് ആർ ദ rules of derivative. Then we can have discussion about the tangent vector at a point of a curve. ഒരു കർവിൻ്റെ ഒരു പോയിന്റിലെ ടാൻജന്റ് വെക്ടറിനെ പറ്റിയാണ് നെക്സ്റ്റ് ഡിസ്കഷൻ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്രയും ഭാഗം പഠിച്ച്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ നോട്ട്സ് എഴുതുക. കമ്പോണന്റ് വൈസ് ലിമിറ്റ്സ്, വെക്ടർ കമ്പോണന്റ് വൈസ് ഡിഫറൻസിയേഷൻ നടത്തി വെക്ടർ ഡിഫറൻസിയേഷൻ കിട്ടാം. കമ്പോണന്റ് വൈസ് ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്ടറിലെ ലിമിറ്റ്സ് നമുക്ക് എഴുതാം. കമ്പോണന്റ് വൈസ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, വെക്ടർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് അറിയാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗം വരുന്നുണ്ട്. നിങ്ങൾ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ച് നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. ഇല്ലെങ്കിൽ എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു മെറ്റീരിയൽ ഇല്ലാതായി പോകും. ടെക്സ്റ്റ് ബുക്ക് ഒരിക്കലും അത്ര സഹായകമല്ല. നിങ്ങളുടേതായിട്ട് തന്നെ നോട്ട്സ് എഴുതുക. ആ നോട്ട്സ് എഴുതാൻ വേണ്ടി ഇപ്പോൾ കാണുന്ന ഇത് ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.